പോയി അവസാനത്തെ തഹിയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുക്ക് ഷഹാദത്ത് കൊടുത്തു. എന്താണ് ഷഹാദ? അശ്ഹദു, അല്ലാഹുവേ ഞാൻ തെളിയിക്കും, അല്ലാഹുവേ ഞാൻ തെളിയിക്കും, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, ഞാൻ നിനക്ക് കരാറ് തരുന്നു. എന്ത്? അൻ തീർച്ച, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നീയല്ലാതെ ഒരു വ്യക്തിയെ, ഒരു ശക്തിയെ, ഒരു വസ്തുവിനെ, ഒരു ബീവിയെ, ഒരു ബാവയെ, ഒരു ശൈഖിനെ, ഒരു വലിയനെ, ഒരു ജിന്നിനെ, ഒരു മലക്കിനെ, ഒരു ദേവിയെ, ഒരു ദേവനെ, ഒരു ഭഗവതിയെ, ഒരു ഭഗവാനെ ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. ഞാനത് നിനക്ക് ജീവിച്ച് തെളിയിക്കും. അശ്ഹദു. അതുകൊണ്ട് തന്നെ ഞാൻ കുമ്പിടുന്നത് നിന്റെ മുമ്പിൽ മാത്രം, ഞാൻ ദുആ ചെയ്യുന്നത് നിന്നോട് മാത്രം, ഞാൻ അവലാതി പറയുന്നത് നിന്നോട് മാത്രം, നേർച്ച വഴിപാടുകൾ നടത്തുന്നത് നിനക്ക് മാത്രം, മൃഗത്തെ അറുക്കുന്നത് നിനക്ക് മാത്രം, പരാതി പറയുന്നത് നിന്നോട് മാത്രം. അതുകൊണ്ട് തീർച്ചയായും ഇത് നിന്നോട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അശ്ഹദു, ഞാനിത് തെളിയിക്കും. തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നാദാപുരം, ഫലസ്തീൻ തൊട്ട് നാദാപുരം വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഇതിൽ അമാനത്ത് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു തആല കൊടുത്ത ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വല്ലാഹി സുമ്മ വല്ലാഹി കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഈറ്റുനോവും പേറ്റുനോവുമാണ് ലോകത്തുള്ള മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഹാദത്തിന് കൊടുത്ത ഖിയാനത്ത്, അല്ലാഹു തആല കൊടുത്ത ഉറപ്പ് അമാനത്താണ്, അത് പാലിച്ചിരിക്കണം. അമാനത്ത് പാലിച്ചില്ലെങ്കിൽ ഓപ്പോസിറ്റ് ഖിയാനത്താണ്, ചതിയാണ്, വഞ്ചനയാണ്, കൊടിയ ചതി. അല്ലാഹു കൊടുത്ത ഉറപ്പ് ലംഘിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്നല്ലാതെ വേറൊരാളെയും ഞാൻ പരിഗണിക്കൂല, ഞാൻ ജീവിച്ച് തെളിയിച്ചു തരാമെന്ന് അല്ലാഹു ഉറപ്പ് കൊടുക്കുക. എന്നിട്ട് അല്ലാഹു അല്ലാത്ത 27,000 അവതാരങ്ങളെ വെച്ചുകൊണ്ട് കാര്യലബ്ധിക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. ഷഹാദത്തിനെ നഗ്നമായി ബാത്തിലാക്കി കളഞ്ഞൊരു അപകടകാരികളായ സമൂഹം ആര്? മുഹമ്മദി ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ശീയത്തിന്റെ അടിവേരുകളുള്ള ഈ OBC കൂട്ടം. രണ്ടാമതും കൊടുത്തു അശ്ഹദു, ഇനിയും ഞാൻ തെളിയിക്കും, അന്ന മുഹമ്മദൻ, തീർച്ചയായും ആമിനാന്റെ മോൻ മുഹമ്മദ്, അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി മുഹമ്മദ്, ഖുറൈശി തറവാട്ടിലെ പൊന്നുമോൻ മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹ് നിയോഗിച്ചയച്ചെന്ന റസൂലാണ്. ഇത് ഞാൻ ജീവിച്ച് തെളിയിച്ചു തരും അല്ലാഹുവേ നിനക്ക്. രണ്ട് കരാറല്ലേ ഞാൻ കൊടുത്തിരിക്കുന്നത്? എന്താണ് സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, 1400 കൊല്ലമായി മൊല്ലാക്ക പഠിപ്പിച്ചിരുന്ന മലയാളത്തിലെ പൽമൊഴിയും പഠിച്ചണക്കുകയല്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കറിയാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. 5ാമത്തെ വയസ്സിൽ മൊല്ലാക്ക പഠിപ്പിച്ചു കൊടുത്തത് പഠിച്ചതിന് ശേഷം 75 വയസ്സ് വരെ എന്താണ് ഞാൻ മനസ്സിലുറപ്പിക്കേണ്ടത് എന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ? എന്താണ് അർത്ഥം അറിഞ്ഞത് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്താണ് നാവ് കൊണ്ട് മൊഴിഞ്ഞത് എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നോ? 5ാമത്തെ വയസ്സിൽ മദ്രസയിൽ 1ാം ക്ലാസ്സിൽ മൊല്ലാക്ക പഠിപ്പിച്ച എന്ന പരിഭാഷ കഴിഞ്ഞിട്ട് ഇന്ന് വരെ അതിനെ സംബന്ധിച്ചൊന്ന് എത്തി നോക്കാൻ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നോ? പിന്നെ അങ്ങോട്ട് പഠിച്ചത് കംപ്ലീറ്റ് നിസ്കാരവും നിസ്കാരത്തിന്റെ മസ്തലയും, നോമ്പും നോമ്പിന്റെ മസ്തലയും, ഹജ്ജും ഹജ്ജിന്റെ മസ്തലയും, സക്കാത്തും സക്കാത്തിന്റെ മസ്തലയും. ഇന്ന് വരെ ആ ഷഹാദത്തിന്റെ മസ്തല പഠിക്കാൻ ആളുണ്ടായിരുന്നോ? പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നോ? പഠിപ്പിച്ച ഉസ്താദുമാരെ നാം കുറ്റം പറയുന്നില്ല. ആ ഉസ്താദുമാരെ അവരെ ഉസ്താദുമാരെന്ന് പഠിക്കേണ്ടതെന്നാലേ അവർക്ക് കിട്ടുള്ളൂ. അവർ അതിനപ്പുറത്ത് ഉസ്താദുമാരെന്ന് പഠിക്കേണ്ടതെന്നാലേ അവർക്ക് കിട്ടുള്ളൂ. 1300 കൊല്ലമായി കേരളത്തിൽ ഇസ്ലാമിന്റെ 1ാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഉസ്താദുമാരെ ഈ വിഷയത്തിൽ നാം കുറ്റം പറയരുത്. നമുക്ക് പറയാനുള്ള അപേക്ഷ എന്താണ്? മിഹ്റാബുകളും പള്ളി കമ്മിറ്റിക്കാരോട്, മഹല്ല് ഭാരവാഹികളോട്, ഉലമാക്കളോട്, മുദരിസുകളോട്, മിമ്പറിന്റെയും മിഹ്റാബിന്റെയും മഹല്ലുകാരോട്, മഹാഭൂരിപക്ഷം വരുന്ന ഈ സമൂഹത്തെ വെച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു തൊട്ട് മമ്പർത്ത തങ്ങൾ വരെയുള്ള 27,000-ഓളം ജാറങ്ങളെ അവതാരങ്ങളാക്കി വെച്ച് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പകരം ആയിരക്കണക്കിന് ശൈഖന്മാരെ അവതാര പുരുഷന്മാരാക്കി വെച്ച് അപകടകരമായ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിനെ ബാത്തിലാക്കി, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കൊടുത്ത ഷഹാദത്തിനെ ബാത്തിലാക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹത്തോട് മിഹ്റാബും മിമ്പറും ഉപയോഗിച്ച് ഇനിയെങ്കിലും ഷഹാദത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്.